എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ആസ്തയും യുനോയും അവർ രണ്ടുപേരും ആ ചർച്ചിന്റെ മേൽക്കൂരയിലിരുന്ന് ഹായ് ആയിട്ട് സംസാരിക്കുകയാണ്. ആസ്തയാണെങ്കിൽ യുവനോട് പറയും, നമ്മൾ രണ്ടുപേരും ഒരേ സമയമാണ് ഇവിടേക്ക് എത്തിയത്. നമുക്കിടയിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ബ്രദേഴ്സിനെ പോലെ തന്നെയാണ്. അത് കേട്ട് യുവനോ ആണെങ്കിൽ ഇപ്പൊ ആസ്തയോട് ചോദിക്കും, നീ ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയണേ? ആസ്ത പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് നിന്നോട് പറയണം തോന്നി. ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ നമ്മൾ വെറും ഫ്രണ്ട്സായിട്ട് മാത്രം കാണാൻ പാടില്ല, നമ്മുടെ സിബ്ലിങ്സ് ആയിട്ട് കാണണം. അനിയത്തിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ അവരെ കൺസിഡർ ചെയ്യണമെന്ന് പറയും. അത് കേട്ട് യുവനോ ആണെങ്കിൽ ആസ്തയെ തന്നെ നോക്കും. ആസ്തയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളായിരിക്കണം അവരോടൊപ്പം ഉണ്ടാവേണ്ടത്. അത് കേട്ട് യുവനോയും തല കുലുക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ലക്ക്. അവനാണെങ്കിൽ ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന അതേ സമയം അവനിപ്പോ മറ്റൊരു ഇല്യൂഷനിലേക്ക് പോവാണ്. ഒരു ലേഡി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് ഇപ്പൊ അവനെ ആഞ്ഞട്ടിക്കും. നീ ആദ്യം ഈ വിഡ്ഢിയെപ്പോലെ ചിരിക്കുന്നത് ഒന്ന് അവസാനിപ്പിക്കേ, നിനക്ക് കരയാൻ അറിയില്ലേന്ന് ചോദിക്കും. അത് കേട്ട് ലക്കാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് നോബിൾ ഫാമിലിയിലെ ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇടുകയാണ്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അമ്മയുടെ അടുത്തേക്ക് വരും. അമ്മയാണെങ്കിൽ അവനെ ചേർത്ത് പിടിച്ച്, നീ നോബിൾ ഫാമിലിയിലുള്ള ഒരാളെ നിന്റെ പവർ വെച്ച് തോൽപ്പിച്ചോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. ഒരു നോബിൾ ഫാമിലിയിലെ മെമ്പറിനെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ നിന്റെ പവറും ശക്തിയും മാജിക് പവറും ഒക്കെ തന്നെ അത്രയധികം വലുതാണ്. നിന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ജീവിക്കുന്നത്. നിങ്ങളുടെ പവർ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച് നിങ്ങൾ മുൻപിലേക്ക് പോകണം. ആരുടെ മുൻപിലും മുട്ടുമടക്കാനോ തോൽക്കാനോ നിങ്ങൾ പാടില്ല എന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ അവനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത്, ഇല്ല ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞ് ആ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ മുൻപിലേക്ക് ചാടി വരും. ആ വില്ലനാണെങ്കിൽ ഇപ്പോ അവനോട് പറയും, ഐ എം സോറി, എനിക്കും ഇതിൽ ജയിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ ഫോക്ക് പവർ ഉപയോഗിച്ച് ലക്കിനെ അവൻ ലോക്ക് ചെയ്യും. ആ പവർ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ലക്കിനെ കൊണ്ടാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. ഓ നോ, എനിക്ക് എൻ്റെ ടീംമേറ്റ്സിനെ മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടായിരിക്കാം അവരിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കുമെന്ന് അവൻ ഇങ്ങനെ ആലോചിക്കും. കട്ട് ചെയ്ത ഇവിടെ യൂനോ ടീമിലെ ആ പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവരുടെ ഓപ്പോസിറ്റ് വന്ന് അവളെ അറ്റാക്ക് ചെയ്തവനാണെങ്കിൽ ഇപ്പോൾ അവളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവളാണെങ്കിൽ അവളുടെ തന്നെ പവർ ഉപയോഗിച്ച് അവളെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അവൾ ഇപ്പോൾ സീനിയർ പയ്യനെ നോക്കും, എന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷിക്കണം. അവനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടെന്ന് പറയും. നീ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിന്നെ മാക്സിമം പെട്ടെന്ന് നീ ഹീൽ ചെയ്യുക എന്നതാണ്. അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സീനിയർ ആണെങ്കിൽ ഇപ്പോൾ അവിടേക്ക് വന്നവനെ ഒന്ന് അടിമുടി നോക്കും. അപ്പോഴായിരിക്കും അവൻ്റെ നെഞ്ചിലെ ആ ഒരു അടയാളം കാണുക. അത് ഡയമണ്ട് കിണ്ണത്തിലുള്ളവരുടെ ഒരു സ്പെഷ്യൽ അടയാളമാണ്. നീ എന്തിന് ഇവിടേക്ക് വന്നു, എന്തിന് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ചോദിക്കും. അടുത്ത നിമിഷം അവനാണെങ്കിൽ നിങ്ങളോട് സംസാരിച്ച് സമയം കളയാൻ ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് വീണ്ടും ആ പെൺകുട്ടിയെ ക്രിസ്റ്റൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഞൊട്ടിയിടയിൽ സീനിയർ പയ്യനാണെങ്കിൽ ആ പവറിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ്. യുവനോ നമ്മുടെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഇവിടെ ആസ്തയും പ്രിൻസസ് പെണ്ണും അവർ രണ്ടുപേരും ആ ബേർഡിന് പിന്നാലെ ഓടും. പ്രിൻസസ് ആണെങ്കിൽ തീർത്തു പറയും, അതെ, നമ്മൾ പോകുന്നത് ശരിയായിട്ടുള്ള വഴിയിൽ തന്നെയാണ്. മാജിക് പവർ അങ്ങനെ ഇൻക്രീസ് ആയി വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കും. ആസ്തയാണെങ്കിൽ എന്ത് സംഭവിച്ചു ചോദിക്കും. അതിനവൾ പറയും, എനിക്കത് മനസ്സിലാവുന്നു, കൂടുതൽ മാജിക് പവർ വരുന്നതിന് കാരണം ലക്ക് അവൻ ഡയമണ്ട് കിൻഡത്തിലുള്ള ആരോ ആയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആസ്തയാണെങ്കിൽ ഷോക്കാവും, എങ്കിൽ എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോയി ലക്കിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അതിനവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ലക്കിന് നമ്മുടെ സഹായം ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവന് ഫൈറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, അവൻ പവർഫുള്ളാണ്. ഇവിടേക്ക് ഡയമണ്ട് കിൻഡത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം അത് ആ ട്രഷർ ഹോളായിരിക്കും. സോ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എത്രയും വേഗം അവിടെ എത്തുക എന്നതാണ്. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് മാസ്റ്റർ പറഞ്ഞ കാര്യം ഓർത്തെടുക്കുകയാണ്. ഇതിനു മുൻപും ആ ഒരു വില്ലേജിലുള്ളവർ ഡഞ്ചൻസിനുള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അവർ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാജിക് പവറൊക്കെ അവർ ഉപയോഗിക്കുമായിരുന്നു. അവൾ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ആസ്തയോട് പറയും, ഇനി ഒരു സെക്കൻഡ് പോലും വൈകാൻ പാടില്ല, നമുക്ക് എത്രയും വേഗം അവിടെ എത്തണം. കട്ട് ചെയ്ത ഇവിടെ ലക്കിനെ കാണിക്കും. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഫോഗ് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ അവനെ കൊണ്ടാവില്ല. മറ്റൊരു ഭാഗത്ത് ആ സീനിയർ ആണെങ്കിൽ ഡയമണ്ട് കിൻഡത്തിൽ നിന്ന് വന്നവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമെങ്കിലും അവരുടെ യാതൊരു ഫൈറ്റും അവൻ്റെ നേർക്ക് ഏൽക്കില്ല. ഒരു പോറൽ പോലും പറ്റാതെ പവർ ഒട്ടും കുറയാതെ അവനങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവൻ യുവിനോയെ നോക്കി പറയും, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ എത്രയും വേഗം ആ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി അതിനുള്ളിലെ രഹസ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം. യുവിനോ ആണെങ്കിൽ സീനിയറിനോട് പറയും, നീ കരുതും പോലെയല്ല, ഇവൻ നിസ്സാരക്കാരനല്ല, ഇവന് പവർ വളരെ കൂടുതലാണ്, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേട്ട് സീനിയർ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, നീ പറഞ്ഞത് സത്യമാണ്, ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവില്ല. സോ അതിനുള്ളിലെ രഹസ്യം
അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അധംപതനം നമ്മൾ കാണേണ്ടി വരും. യുവനോ ആണെങ്കിൽ പിന്നീടൊന്നും ചിന്തിക്കാതെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ആ വില്ലനാണെങ്കിൽ ഇപ്പൊ ആ സീനിയറിന്റെ കാലുകൾ ഫ്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേസമയം ലക്കിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ആ ലോട്ടസ് വില്ലൻ അവന്റെ പവർ അത് ഉപയോഗിക്കുന്ന അതേ നിമിഷം നമ്മുടെ ആസ്ത അവൻ സ്ക്വാഡുമായിട്ട് അവിടേക്ക് ചാടി വീഴും. ആസ്തയെ കണ്ട് ഇവിടെ അവന്റെ ബ്രദർ അവൻ ഷോക്കാവും. ഉടനെ ആ ഒരു സീനിയർ പയ്യനാണെങ്കിൽ യുവനോട് പറയും, നോക്കി നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം നീ അതിൻ്റെ അകത്തേക്ക് പോകണം. അത് കേട്ട് യുവനോ പറയും, ആദ്യം നമുക്ക് ഈ ശത്രുക്കളെ അവരെ ഇല്ലാതാക്കാം. ഉടനെ ആ മെയിൻ വില്ലനാണെങ്കിൽ ഇപ്പോൾ ആസ്തയ്ക്കും അതുപോലെ തന്നെ പ്രിൻസസ് പെണ്ണിന് നേരെയും തിരിയും. പ്രിൻസസ് ആണെങ്കിൽ അവന് വെല്ലുവിളിക്കുമ്പോൾ ആ ഒരു വില്ലനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഓ എൻ്റെ ഓപ്പണൻസും ശത്രുക്കളും കൂടി വന്നിരിക്കുകയാണല്ലേ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ ലക്കാണെങ്കിൽ അവന്റെ അമ്മയുടെ അരികിൽ നിൽക്കുകയാണ്. എല്ലാവരും ലക്കിനെ നോക്കി അത്ഭുതപ്പെടും. കാരണം അവന്റെ ആ ഒരു എക്സ്പ്രഷൻ ഇപ്പോഴും യാതൊരു ചേഞ്ചും ഇല്ല. അവന്റെ അമ്മ മരിച്ചിട്ട് പോലും അവന്റെ മുഖത്ത് യാതൊരു വിഷമവും കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ലക്കിനെ കുറ്റപ്പെടുത്തും. കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ ലക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫോഗൊക്കെ തകർത്ത് പുറത്തേക്ക് വരികയാണ്. ആ മെയിൻ വില്ലനെ അവനെ എനിക്ക് വേണം, ഇത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, എനിക്കത് പാലിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ലക്കിപ്പോൾ അവനെ തകർക്കാനായിട്ട് അവൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കും. ഈ ഒരു മിഷനിൽ ആരുടെയും സഹായം എനിക്ക് വേണ്ട. അങ്ങനെ സഹായിച്ച അമ്മയുടെ അംഗീകാരം ഒരിക്കലും എനിക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ അമ്മയെ ഓർത്തുകൊണ്ട് ആ വില്ലൻ്റെ അരികിലേക്ക് വരും. അവനാണെങ്കിൽ വില്ലൻ്റെ ക്ലോസ് എത്തേണ്ട താമസം. ആസ്തയാണെങ്കിൽ എല്ലാവരോടും പറയും, അങ്ങനെയാണെങ്കിൽ ആ ഒരു മെയിൻ വില്ലൻ്റെ കഥ അത് അവൻ തന്നെ കഴിക്കട്ടെ, നമുക്ക് നോക്കി നിൽക്കാമെന്ന് പറയും. പക്ഷേ ലക്കാണെങ്കിൽ ആ വില്ലൻ്റെ ക്ലോസ് എത്തേണ്ട താമസം. അവനവൻ്റെ ഫോക്ക് പവർ ഉപയോഗിച്ച് വീണ്ടും ലക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആസ്തയെ കൊണ്ടാണെങ്കിൽ അത് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അടുത്ത നിമിഷം ഇടയിലേക്ക് ആസ്ത ചാടി വീണ് ഇപ്പോൾ ആ വില്ലൻ്റെ പവറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടും, പ്രത്യേകിച്ച് ലക്ക്. കാരണം അവനൊറ്റയ്ക്ക് ആ ഒരു വില്ലനെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്നാണ് ആഗ്രഹം. സ്തംഭിച്ച് നിൽക്കുന്ന ലക്കിനോട് ആസ്ത പറയും, എന്നെ കൊണ്ട് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള പെർമിഷനുണ്ട്, പക്ഷേ എനിക്ക് നിന്നെ സഹായിച്ചേ പറ്റൂ. ഇവനെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് തല്ലിക്കൊല്ലാം. ഇവൻ നിനക്കെതിരായിട്ട് ഒരു ചെറുവിരൽ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും ഞാൻ നിന്നോടൊപ്പം നിൽക്കും. കാരണം നീ എൻ്റെ ഫ്രണ്ടാണ്, എനിക്കത് നോക്കി നിൽക്കാൻ കഴിയില്ല. അത് കേട്ട് ലക്ക് ഷോക്കാവും. അങ്ങനെയെങ്കിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ടോ? അപ്പം ഞാനും നിങ്ങളെ സുഹൃത്തുക്കളായിട്ട് കാണണ്ടേ? നിങ്ങളെ തനിച്ചാക്കി പോകുന്നത് അത് ശരിയല്ലല്ലോ. ഇത്രയും നാൾ ഞാൻ കരുതിയത് ഞാൻ ഒറ്റയ്ക്കാണെന്നാണ്, എനിക്ക് ആരും ഇല്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ആസ്ത, നീ എൻ്റെ തോട്ട്സ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഒറ്റയ്ക്കിട്ട് പോയതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ പിരിഞ്ഞു പോവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ ഒരു വില്ലനെ ഫേസ് ചെയ്യുന്നു പറയും. ഉടനെ അവർ 3 പേരും അവരുടെ പവറുകൾ എടുത്ത് ആ ഒരു ലോട്ടസ് മെയിൻ വില്ലന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഉടനെ ആ മെയിൻ വില്ലൻ ആണെങ്കിൽ അവർ നോക്കി ചിരിച്ചുകൊണ്ട് പറയും, നിങ്ങൾ 3 പേരും ഒന്നായല്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല, അൾട്ടിമേറ്റ് വിജയം അതെൻ്റെതായിരിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവർക്ക് 3 പേർക്കും ചുറ്റും ഒരുപാട് ഫോഗുകൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ആസ്തയാണെങ്കിൽ വില്ലനോട് പറയും, ഞങ്ങൾ ബ്ലാക്ക് ടീമിലെ മെമ്പേഴ്സാണ്, ഒരു കാരണവശാലും ഞങ്ങൾ തോറ്റു കൊടുക്കില്ല, ഓപ്പോസിറ്റ് ഉള്ളത് ആരായാലും ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു പറയും. യുവനോ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ഇനി നമ്മളിവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ പവർ റിലീസ് ചെയ്യുകയാണ്. സീനിയർ ആണെങ്കിൽ ആ പവർ കണ്ട് ഷോക്കാവും. ഇവൻ ഇത്ര ചെറുപ്പത്തിലെ ഡുവൽ കാസ്റ്റിംഗ് പവർ അതാണോ ഉപയോഗിക്കണമെന്ന് അവൻ ചിന്തിക്കുമ്പോൾ യുവനോ ആണെങ്കിൽ അവൻ്റെ മുൻപിലുണ്ടായിരുന്ന ആ ഒരു വില്ലനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ യുവനോ അവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ബ്ലാക്ക് ഫോഗിൽ പെട്ടുപോവുകയാണ്. അവരെത്രയൊക്കെ ആ പവർ അൺഡു ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയില്ല. ആ ലോട്ടസ് മെയിൻ വില്ലൻ അവൻ വീണ്ടും ബ്ലാക്ക് ഫോഗ് അവർക്കെതിരെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ലക്കാണെങ്കിൽ ഇപ്പം അവൻ്റെ പവർ തിരിച്ചറിയും. മാത്രമല്ല നമ്മുടെ ആൾക്കാർ ഏത് പൊസിഷനിലാണോ ഉള്ളതെന്നും അവൻ മനസ്സിലാക്കും. ലക്കിനാണെങ്കിൽ ഒരു കാര്യം പിടികിട്ടും, ആ സ്മോക്ക് പവറിലൂടെ വളരെ വേഗത്തിൽ ആ ഒരു ലോട്ടസ് വില്ലിന് മൂവ് ചെയ്യാനായിട്ട് കഴിയും. സോ അവൻ്റെ മാജിക് പവർ ഉപയോഗിച്ച് ആ സ്മോക്കിന്റെ ഉള്ളിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും അവൻ്റെ ശ്രദ്ധ തെറ്റിച്ച് പുറകിലൂടെ അവനെ അറ്റാക്ക് ചെയ്യണം. ആ സമയമായിരിക്കും ആസ്ത ആ ഒരു ഫോഗിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നത് ലക്ക് കാണുക. ഇവിടെ ആ ബ്ലാക്ക് ഫോഗിൽ ഒളിച്ചിരുന്ന ലോട്ടസ് വില്ലനാണെങ്കിൽ ആസ്തയോട് പറയും, നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല, ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ് പവർ. ലക്കാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവൻ്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അത് കണ്ട് ലോട്ടസ് വില്ലനാണെങ്കിൽ ആ അറ്റാക്കിൽ തെന്നിമാറി, നിങ്ങളിതൊന്നും ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങൾക്ക് എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അടുത്ത നിമിഷം അവൻ്റെ ബോഡിയിൽ ഒരു ആയുധം അങ്ങനെ കുത്തി ഇറങ്ങുകയാണ്. വായിലൂടെ ചോര തുളുമ്പി അവൻ ദൂരേക്ക് തെറിച്ചു പോവും. കുത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ ആസ്ത.
കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ മാസ്റ്റർ പ്ലാൻ കാണിക്കും. ആദ്യം ലക്കാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ലോട്ടസ് വില്ലനെ ഡൈവേർട്ട് ചെയ്യും. ആ ഗ്യാപ്പില് പ്രിൻസസ് പെണ്ണ് അവളുടെ വാട്ടർ പവർ ഉപയോഗിച്ച് അവൻ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മുടെ ഹീറോ ആസ്തയെ തള്ളിവിടും. ആസ്തയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ സ്വാഡ് ആ വില്ലന്റെ നേർക്ക് കുത്തിയിറക്കി. അങ്ങനെ അവർ ടീമായിട്ട് നിന്ന് സക്സസ്ഫുള്ളി ആ വില്ലനെ തകർത്ത് താഴെയിട്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇവിടെ ഹാപ്പി ആവുമ്പോൾ യുവനോയും അതുപോലെ തന്നെ സീനിയർ പയ്യനും അവരാണെങ്കിൽ ഇപ്പൊ ഓപ്പോസിറ്റുള്ള ഡയമണ്ട് വില്ലേജിലെ ആ ഒരു ഓപ്പണന്റിനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കും. കാരണം അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു വലിയ സ്വാഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.